ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോ നമ്മുടെ ഇപ്പോഴത്തെ കുറച്ച് വീഡിയോസ് ആയിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാര്യങ്ങളൊന്നും അധികം കാണിക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് കുറച്ച് ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് കാണിക്കാം എന്ന് ഞാൻ കരുതിട്ടോ. അതായത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ എന്റെ കയ്യിൽ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഇരിപ്പുണ്ട്. ഒരു കാലത്ത് ഭയങ്കരമായ രീതിയിൽ എല്ലാവരും നമ്മളിപ്പോ ഏതൊരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ എടുത്ത് കണ്ടായിരുന്നാലും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് മാമ എർത്ത് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ അല്ലെ. ഇപ്പോഴും അത് തകൃതിയായിട്ട് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ മാമ എർത്ത് ബ്രാൻഡിന്റെ ഞാൻ വാങ്ങിയിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഞാൻ യൂസ് ചെയ്ത് ഒരു 5 ഷെയ്ഡാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇത് ആദ്യം തന്നെ പറയാണ്, ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നി കുറേ ഇങ്ങനെ യൂട്യൂബേഴ്സിന്റെ റെഫറൻസ് എടുത്തിട്ട് ഞാൻ വാങ്ങിയ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5 ഷെയ്ഡാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിലൊരു 3 ബുള്ളറ്റ് ടൈപ്പ് ലിപ്സ്റ്റിക് ഉണ്ട്, ഒരു 2 ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ന്യൂഡും ഉണ്ട്, എന്നാൽ കുറച്ചൊന്ന് ഒരു എന്താ പറയാ ഇത്തിരി ഒരു കളറുള്ള ഒരു ഷെയ്ഡും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എനിക്ക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ബ്രാൻഡ്സ് ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളിൽ ഒന്നാണ് ഈ മാമ എർത്ത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലിപ്സ്റ്റിക്കുകളിലേക്ക് കടക്കാട്ടോ. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് എന്റെ കയ്യിലുള്ള ഒരു മാമ എർത്തിന്റെ ഒരു 5 ഷെയ്ഡ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു 5 ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ. ഇതിലൊരു 3 എന്ന് പറയുന്നത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്, 2 ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, ന്യൂഡാണ് കേട്ടോ. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷെയ്ഡും നെയിമും ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഒരു 500 ഉള്ളില് റേഞ്ച് വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞത് കാർണേഷൻ ന്യൂഡ് എന്നാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ കുറച്ചും കൂടെ വലുതും ഉണ്ട് കേട്ടോ. ഞാൻ ഇതിന്റെ ചെറുതാണ് വാങ്ങിയത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം ഇരിക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. നമുക്ക് ഡെയിലി വെയറിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് അടുത്തോട്ട് നമ്മുടെ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്, കാർണേഷൻ ന്യൂഡ് 01 എന്നാണ് ഷെയ്ഡിന്റെ നെയിം. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവേ. അപ്പൊ ആദ്യത്തെ ഷെയ്ഡ് എന്ന് പറഞ്ഞത് ഇതാണ്, കാർണേഷൻ ന്യൂഡ് എന്നാണ് ഷെയ്ഡിന്റെ പേര്. ഇതൊരു ന്യൂഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ഒരു ബ്രൗൺ അണ്ടർടോണിൽ വരുന്ന ഒരു ന്യൂഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ? അത്യാവശ്യം നല്ലതാണ്, നമുക്ക് ഡീസെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് സ്കിൻ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണിനൊക്കെ ഇത് ഭയങ്കര നല്ലൊരു ഷെയ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പൊ എന്റെ ഫസ്റ്റ് ഫേവറേറ്റ് ആണ് ഈ ഒരു ഷെയ്ഡ്. നമുക്കിനി അടുത്ത ഷെയ്ഡിലേക്ക് പോവാവേ. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഭയങ്കര ബട്ടറി ആയിട്ടാണ് കേട്ടോ പോണത്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ഇടുന്ന ടൈമിൽ നമുക്ക് കുറച്ചൊരു ഗ്ലോസി പോലെ, ഗ്ലോസി അല്ല, ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഇരിക്കുന്ന ഒരു ടേം ഉണ്ടല്ലോ, അതേ രീതിയിൽ ഇരുന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് സെറ്റിൽ ആയി കഴിയുമ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷിലേക്കാണ് ഈ ഒരു ലിപ്സ്റ്റിക് വരുന്നത് കേട്ടോ. മാത്രമല്ല എന്താ പറയാ, നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിന്റെ ഒരു ഗുണം ചെയ്യുന്നുണ്ട്. എന്റെ ഭയങ്കരമായ ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണ് കേട്ടോ. ഡ്രൈ ഫ്ലെക്കി ആയിട്ടുള്ള ഒരു ലിപ്സ് ആണ് എന്റേത്. എനിക്ക് ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്ന രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും എന്നാൽ എന്റെ ചുണ്ട് ഭയങ്കര ഡ്രൈ ആക്കാതെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് എന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് ആണ്. പിന്നെ ഏറ്റവും വലിയൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും നമ്മുടെ ചുണ്ടിൽ നമ്മൾ അധികം അങ്ങോട്ട് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ലെങ്കിൽ ഒരു 8 to 10 hours എന്തായാലും ഇത് നല്ല രീതിയിൽ സ്റ്റേ ചെയ്യും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ആ ഒരു ടിന്റ് എന്തായാലും ലിപ്സിൽ കാണും കേട്ടോ. അതങ്ങനെ പോവില്ല. മാത്രമല്ല ഇത് സ്മച്ച് പ്രൂഫ് ആണ്. ഇത് അതേപോലെ തന്നെ അങ്ങനെ പെട്ടെന്നൊന്നും ചുണ്ടിന്ന് പോകില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ? അങ്ങനെ ചുണ്ടിന്ന് പോത്തൊന്നും കേട്ടോ പെട്ടെന്ന്. അപ്പൊ നമുക്കൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൽ ഇത്രയും ഒരു ബെനിഫിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ എന്താ വേണ്ട. ഞാൻ അപ്പൊ ഇതൊന്ന് തുടച്ചു കാണിക്കാവേ. കണ്ടോ? തുടച്ചു കഴിഞ്ഞാൽ ആ ഒരു ടിന്റ് ചുണ്ടിൽ എന്തായാലും കാണും കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിനി അടുത്ത ലിപ്സ്റ്റിക്കിലേക്ക് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ഒരു ഷെയ്ഡ് എന്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാല് ഈ സെയിം റേഞ്ചിൽ വരുന്ന ഒരു ഷെയ്ഡാണ് പ്ലം പഞ്ച്
എന്നാണ് പേര് കേട്ടോ. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് നമ്പർ 02 എന്നാണ് വരുന്നത്. പ്ലം പഞ്ച് എന്താണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ പേര്. മാമാർത്തിന്റെ തന്നെയാണ് കേട്ടോ. ഇത് കുറച്ച് ഒരു ന്യൂഡ് കൈൻഡ് അല്ല കേട്ടോ, നമ്മുടെ ഒരു ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാതെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഇത് ഇട്ട് നോക്കാം. അതായത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ. മറ്റേത് നമുക്കൊരു ഡെയിലി യൂസിന് പറ്റിയത് നാട്ടുകാരൊക്കെ കണ്ടാലും അധികം വൃത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണെങ്കിൽ, ഇത് നമുക്ക് ഒരു ഫംഗ്ഷനോ ഒരു പാർട്ടിക്കോ ഒക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു ചെറിയ ഒരു മെറൂണിഷ് റെഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ നമുക്ക് ഇടാവേ. ഇത് കണ്ടില്ലേ, ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഞാനിത് അടുത്ത് വെച്ച് കാണിച്ചു തരാവേ. അപ്പൊ കണ്ടില്ലേ, ഇത് നല്ലൊരു ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു റെഡ് ബ്രൗൺ ആ ഒരു ടേംസിലൊക്കെ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഏത് സ്കിന്നിനും നല്ലതാണ് കേട്ടോ. ഇത് നിങ്ങളൊരു മീഡിയം ടു ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ആയിട്ട് ഇത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഇനിയല്ല നിങ്ങൾ ഫെയർ ടു മീഡിയം ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്യും. എന്തായാലും എല്ലാ സ്കിൻ ടോണിനും അടിപൊളി ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതിനിപ്പോ നിങ്ങളുടെ ഏത് അണ്ടർടോൺ ആണെങ്കിലും, വാം ആണെങ്കിലും ഇനി കൂൾ അണ്ടർടോൺ ആണെങ്കിലും ന്യൂട്രൽ അണ്ടർടോൺ ആണെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു 2 ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്ത ഷെയ്ഡിലേക്ക് പോവാതെ. ഓക്കെ, നമുക്ക് ഇനി അടുത്തതെന്ന് പറയുന്നത് മാമാർത്തിന് തന്നെ സെയിം റേഞ്ചിൽ വരുന്നതാണ്. പക്ഷെ ഇത് ഇത്തിരി കൂടെ വലുതാണ് കേട്ടോ. ഇത് എത്ര ഗ്രാം ആണെന്നറിയോ? ഇത് 2 grams ഓഫ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഉള്ളത്. ഇത് 7 gram ആണ് കേട്ടോ. ഇത് 2 gram ഉണ്ട്. സെയിം റേഞ്ച് തന്നെയാണ്. അപ്പൊ അവരതിന്റെ ചെറുതും വലുതും വർക്ക് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതെനിക്ക് സത്യം പറഞ്ഞാൽ അബദ്ധം പറ്റി ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അതായത് ഞാൻ വിചാരിച്ചത് കാർണേഷൻ ന്യൂഡ് വാങ്ങണം എന്ന് കരുതിയിട്ട് ഞാൻ ആദ്യം ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്, എൻ്റെ കയ്യിൽ മാമാർത്തിന്റെ ഓൾറെഡി ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് 2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബുള്ളറ്റ് ലിപ്സ്റ്റിക് മാമാർത്തിന്റെ വാങ്ങണം എന്ന് കരുതിയിട്ട് ഞാൻ കുറേ നോക്കി. ഞാൻ ഓർഡർ ചെയ്ത ഷെയ്ഡ് കാർണേഷൻ ന്യൂഡ് ആയിരുന്നു കേട്ടോ. അപ്പൊ കാർണേഷൻ ന്യൂഡ് എന്നുള്ള ഷെയ്ഡ് ഞാൻ ഈ സെയിം ഇത്രയും വലുതാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത ടൈമിൽ എന്ത് പറ്റിയെന്ന് വെച്ചാല് ഞാൻ ഷെയ്ഡ് കാർട്ടിലിട്ട് വെച്ചിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ ആ ഒരു ബഡ്ജറ്റ് ആവുന്ന ടൈമിലാണല്ലോ നമ്മളിങ്ങനെ വാങ്ങണേ. അപ്പം എന്നും എൻ്റെ വീട്ടില് മാസത്തിൽ ഒരു 5-6 ലിപ്സ്റ്റിക് ഞാൻ വാങ്ങാറുണ്ട്. അപ്പം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും എൻ്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് ഞാൻ അടുത്ത മാസം വാങ്ങാന്നും പറഞ്ഞിട്ട് ഞാൻ വെച്ചോണ്ടിരുന്നു. അങ്ങനെ അടുത്ത മാസം ആയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് കയറി ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഓർഡർ ചെയ്ത ടൈമിൽ കാർട്ടിലിട്ടത് ഞാൻ ഓർഡർ ചെയ്ത ടൈമിൽ ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ ഞാൻ വിട്ടുപോയി. അങ്ങനെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഇട്ട് നോക്കിയപ്പോ എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ട ആ ഒരു ഷെയ്ഡല്ല ഇതിന് വരുന്നത്. ഭയങ്കര ഒരു ന്യൂഡ് ഷെയ്ഡാണ് വരുന്നത്. അങ്ങനെയാണ് ഞാനപ്പോ ഷെയ്ഡ് നോക്കുമ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ഇത് എന്ന് പറയുന്നത് പീച്ച് ന്യൂഡ് ആണ് കേട്ടോ. അതായത് ഷെയ്ഡ് നമ്പർ 14 ആണ്. പീച്ച് ന്യൂഡ് എന്നാണ് ഇതിൽ കിടക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് കാർണേഷൻ ന്യൂഡ് ആണെങ്കിലും എനിക്ക് തെറ്റിപ്പോയി. ഞാൻ കാട്ടിലിട്ട ടൈമിൽ നോക്കാതെ ഞാൻ വാങ്ങിയത് ഈ പീച്ച് ന്യൂഡ് ആണ്. പക്ഷേ നമുക്ക് ഏറ്റവും ന്യൂഡ് എന്നുള്ളൊരു ലിപ്സ്റ്റിക്കിൽ ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഒരു മാമാർത്തിന്റെ ഷെയ്ഡ്സിൽ ഒരെണ്ണമാണ് ഈ ഒരു പീച്ച് ന്യൂഡ് എന്നുള്ളതും ഈ ഒരു കാർണേഷൻ ന്യൂഡ് എന്നുള്ളതും. കാർണേഷൻ ന്യൂഡ് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ ഒരു കളർ തരുന്നുണ്ടെങ്കിൽ ഈ പീച്ച് ന്യൂഡ് എന്നുള്ളത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് എന്നുള്ള ഒരു രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു പീച്ച് ന്യൂഡ്. ഡെയിലി വെയറിനായാലും കോളേജിൽ പോകണമെന്നവർക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ചിഞ്ചൊന്നും എനിക്ക് കോളേജിൽ പഠിക്കുന്ന ടൈമിലൊന്നും അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് വരുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മേ ബി എറണാകുളം ഈ പച്ചപ്പരിഷ്കാരം എന്നുള്ള അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോഴായിരിക്കും ഈ ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസിൽ കാണാറുണ്ട്. ഭയങ്കര കടുത്ത കളർ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് കോളേജിൽ പോണേ. ഞങ്ങളുടെ കോളേജിൽ അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. മേ ബി ഇവിടെ ഞാൻ പഠിച്ച കോളേജിൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പം അവിടെ ഒക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കോളേജസിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഇടാൻ പറ്റിയൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു
പീച്ച് ന്യൂഡ് എന്ന് പറയുന്ന മാമാഅർത്തിന്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്, ഷെയ്ഡ് നമ്പർ 14 എന്നുള്ളത്. അപ്പൊ നമുക്ക് ഷെയ്ഡ് ഒന്ന് കണ്ടിട്ട് വരാവേ. കുറച്ച് വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഞാനിത് ഫുള്ള് ഇട്ട് നോക്കി, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, കണ്ടോ? നല്ല അടിപൊളി ഒരു ഷെയ്ഡ്. അപ്പൊ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ വീണ്ടും ഞാൻ പറയാണ്, ഇതൊരു ഫെയർ ടു മീഡിയം സ്കിൻ ടോണിനായിരിക്കും ഏറ്റവും നല്ലത്. ഡാർക്ക്, ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ആയിട്ടുള്ളവരാണെങ്കിൽ അത്ര ചേരുമെന്ന് തോന്നുന്നില്ല കേട്ടോ, കാരണം എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ഫെയർ ടു മീഡിയം ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. കണ്ടില്ലേ? അപ്പൊ ഇത് നല്ലതാണ് കേട്ടോ. എന്റെ ലിപ്സ് കണ്ടോ, ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുരുണ്ട പോലെ. എനിക്ക് ഭയങ്കരമായ ഡ്രൈ സ്കിൻ ആണ് കേട്ടോ. ഞാൻ എന്തൊക്കെ ഒരു ലിപ് ബാം നോക്കിയിട്ടും എനിക്ക് അങ്ങോട്ട് അത് ചേരുന്നില്ല. ഞാൻ മറ്റേ ലൈനേജിന്റെ ലിപ് ബാം യൂസ് ചെയ്ത് നോക്കിയിട്ട് പോലും എനിക്കത് അങ്ങോട്ട് ചേരുന്നില്ല. മേ ബി ഇനി വണ്ണൊക്കെ കുറയുമ്പം ഒന്നും കൂടെ ഫേസ് ഒക്കെ ഒന്ന് ഫേം ആവുമായിരിക്കും, അപ്പൊ ശരിയാവുമായിരിക്കും അല്ലേ. അപ്പൊ ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചുണ്ടിന്ന് അത്ര വേഗം പോകണമെന്നും അല്ല, സ്റ്റേയിങ് പവർ നല്ലതാണ്. നല്ല ബട്ടറി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് എന്റെ കയ്യിലുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ രണ്ടെണ്ണം ഏതൊക്കെയാണെന്ന് കണ്ടിട്ട് വരാവേ. അപ്പൊ സെയിം മാമാഅർത്തിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ എന്റെ കയ്യിൽ ആദ്യം ഉള്ളത് ഷെയ്ഡ് നമ്പർ 1 ആണ്. കാരമൽ ന്യൂഡ് എന്നാണ് കേട്ടോ പേര്. ഇത് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. നിങ്ങളുടെ ഒരു എന്താ പറയാ, നല്ലൊരു ന്യൂഡായിട്ട് ഡെയിലി വെയറിന് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതേപോലെയാണ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇരിക്കുന്നത്. നമുക്ക് ഇട്ട് നോക്കാം. ഞാൻ പറഞ്ഞല്ലേ, ഭയങ്കര ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ്. നമ്മളിത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലിപ്സിന്റെ ഒരു കളറിൽ കുറച്ചും കൂടെ ഇത് വരുമെന്നല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു ന്യൂ ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഞാൻ അടുത്ത് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഡാർക്ക് സ്കിൻ ആണെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഫെയർ ടു മീഡിയം ആണെങ്കിൽ ഒരു ന്യൂഡായിട്ട് നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നതായിരിക്കും. ഡാർക്ക് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത്രയ്ക്ക് ഞാൻ അങ്ങോട്ട് എനിക്കിത് വാങ്ങിയപ്പോൾ ഞാൻ ഇത്രയും ന്യൂഡ് ആയിരിക്കും എന്ന് കരുതിയില്ല കേട്ടോ. കുറച്ചും കൂടെ ഒരു കളർ കാണുമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. പക്ഷെ ന്യൂഡായി പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്കിപ്പോൾ ന്യൂഡായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അടുത്തതായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് മാമാഅർത്തിന്റെ തന്നെ നമ്മുടെ ആ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിൽ വരുന്നതാണ്. ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇത്. ഷെയ്ഡ് നമ്പർ നോട്ട് 8 ആണ് കേട്ടോ. അപ്പൊ 8 ആണ് ഷെയ്ഡ് നമ്പർ. നമുക്കിനി ഇത് ട്രൈ ചെയ്യാം. ഇതൊരു ബ്രൗണിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്രൗൺ പിങ്ക് ഒക്കെ ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഷെയ്ഡ് ഒരു റെഡിഷ് ബ്രൗൺ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇത് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോ ഒരു ഫെയർ ടു മീഡിയം ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു നല്ലൊരു അടിപൊളി ഒരു റെഡിഷ് ബ്രൗൺ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡായിട്ട് ഇരിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഒരു മീഡിയം ടു ഡാർക്ക് സ്കിൻ ആണെങ്കിൽ ഡാർക്ക് സ്കിൻ ആണെങ്കിൽ നല്ലൊരു ന്യൂഡായിട്ട് നല്ല രീതിയിൽ വർക്ക് ആവുന്ന ഒരു ഷെയ്ഡാണ്. മാത്രമല്ല നിങ്ങളുടെ പിഗ്മെന്റഡ് ലിപ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ബ്രാൻഡാണ് കേട്ടോ മാമാഅർത്ത്. എക്സ്പെഷ്യലി ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആയ ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് നിങ്ങളുടെ പിഗ്മെന്റഡ് ലിപ്സിന് അടിപൊളിയാണ്. അത്രത്തോളം പിഗ്മെന്റഡ് ആണ് കേട്ടോ. അപ്പോ ഇത്രയൊക്കെയാണ് നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് ഇടുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. ഒരു ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡ് കൂടിയാണ്. ഇനി ഇതല്ല, നിങ്ങൾക്കിപ്പോ മാമാഅർത്തിന് തന്നെ ഏറ്റവും വേറെ നല്ല ലിപ്സ്റ്റിക് ആയിട്ട് തോന്നുന്നത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതും വാങ്ങി ട്രൈ ചെയ്യാവുന്ന. മാമാഅർത്തല്ല, നിങ്ങൾക്ക് ഏത് ലിപ്സ്റ്റിക് ആണ് ട്രൈ ചെയ്യണം എന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ അതൊക്കെ വാങ്ങി ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് കയ്യിൽ ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാവേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ട്രഫിൾ എന്നുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കാണിച്ചു തരാം. കണ്ടോ?
ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിപ്പോ നിങ്ങളുടെ ലിപ്സിൽ ഇടുമ്പോൾ എന്റെ അതേ ഷെയ്ഡ് നിങ്ങൾക്ക് വരണമെന്നില്ല കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കാരമൽ ന്യൂഡ് എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടില്ലേ, അപ്പൊ അതാണ്. കണ്ടോ, ഒരു പിങ്കിഷ് ബ്രൗൺ കൈൻഡ് ഒക്കെ വരുന്ന ഒരു പിങ്ക് അണ്ടർടോണിലൊക്കെ വരുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ കാരമൽ ന്യൂഡ് എന്ന് പറയുന്ന മാമാഅർത്തിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇനി അടുത്തത് കാർണേഷൻ ന്യൂഡ് എന്ന് പറയുന്ന നമ്മുടെ മാമാഅർത്തിന്റെ തന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഞാൻ ഇവിടെ കാണിച്ചിട്ടെ. ഓ, ഈ കാരമൽ ന്യൂഡിന്റെ ഏകദേശം ഒരു കുറച്ചൊക്കെ വരുന്നുണ്ടല്ലേ ഈ ഒരു കാർണേഷൻ ന്യൂഡ്. എന്നാലും ഡിഫറൻസ് ഉണ്ടല്ലേ, ഒരു പിങ്കിഷ് കൈൻഡ് ഒരു ഇത്തിരി കൂടുതലാണ് ഈ ഒരു സംഭവത്തിന്. ഇനി അടുത്തത് പ്ലം പഞ്ച് ആണ് കേട്ടോ. പ്ലം പഞ്ച് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ പറഞ്ഞല്ലോ എന്തായിരുന്നു, പീച്ച് ന്യൂഡ്. കൊള്ളാല്ലേ? ഇത്രയും ഷെയ്ഡ്സ് ആണ് എന്റെ കയ്യിലുള്ളത് മാമാഅർത്തിന്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വാങ്ങാവുന്നതാണ്. അടിപൊളി ഷെയ്ഡ്സ് ആണ് ഉള്ളത്. മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഒരു ഡെയിലി വെയറിന് പറ്റുന്ന ടൈപ്പും ഉണ്ട്. ഇനി അതല്ല നമ്മളൊരു ഫംഗ്ഷൻ ഇടുകയാണെങ്കിൽ അതിന് പറ്റുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ ഇനി ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. എനിക്കും നല്ല പുതിയ പുതിയ കുറച്ച് നല്ല ലിപ്സ്റ്റിക്കുകളൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏതെങ്കിലുമൊക്കെ നല്ല ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് അതൊക്കെ ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. പുതിയതായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.